ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ ഷോറൂമിലാണ്. സാംസങ് ഗാലക്സി സി ഫോൾഡ് 6 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മളൊരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഗായ്സ്. ഈ ഫോൺ കൊള്ളാം, കാണാൻ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ്. ഇത് മടക്കാണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു നോർമൽ ഒരു ഫോൺ പോലെ തോന്നുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ ഫോൺ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫീല് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലും ബിൽഡ് ക്വാളിറ്റിയും എല്ലാമാണ് നമുക്ക് വരുന്നത്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അടിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു അത്യാവശ്യം പഴയ ഫോണിനേക്കാളും വണ്ണം നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. സി ഫോൾഡ് 5 വണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ലോഗോ നമുക്ക് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഈ ഫോണിൻ്റെ അകത്ത് ഒരു മെനകെട്ട ഒരു ഫീലൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. ഇത് ക്ലോസ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണെങ്കിൽ നമുക്ക് പോക്കറ്റിൽ ഇടാനാണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. നമുക്ക് പോക്കറ്റിൽ ഒരു വലിയൊരു ഫോൺ ഇരിക്കുന്ന ഒരു ഫീലൊന്നും വരുന്നില്ല. പിന്നെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഈ ഫോൺ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്തെങ്കിലും സിനിമയൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കാണാനൊക്കെ പറ്റും. അങ്ങനെ വെച്ച് കാണുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇതിന് ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 7.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഹിഞ്ച് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഹിഞ്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഹിഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇതാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ബീച്ചിലൊന്നും പോകുന്നതിന് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. കാരണം ഡസ്റ്റ് പ്രൂഫായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല. ഡസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ പോവുമോ അങ്ങനെ ഇങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും നമുക്ക് വേണ്ട. പിന്നെ വെള്ളത്തിൽ കൊണ്ടുപോകുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൻ്റെ ഫ്രെയിം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ഫ്രെയിമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്കാണ് നമുക്ക് വരുന്നത്. പിന്നെ അതല്ലാണ്ട് ഇതിൻ്റെ അൺഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ഫ്രണ്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു ബോഡി ബിൽഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നാലും നമുക്ക് ഏതാണ്ട് 239 ഗ്രാമേ ഇതിൻ്റെ അകത്ത് വെയിറ്റ് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഗ്ലാസ് ബാക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഗ്ലാസ് ബാക്കാണെന്ന് പറയാൻ പറ്റും. എന്നാലും ഗ്ലാസ് അല്ലേ ഗൈസ്, നിലത്ത് ആടുമ്പോൾ പൊട്ടും. പിന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ താഴത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സാംസങ്ങിൻ്റെ ഒരു ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് പറയുകയാണെങ്കിൽ പഴയതിനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. 5.6 mm തിക്നെസ്സേ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് വോളിയം റോക്കർ വരുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് പവർ കീ വരുന്നുണ്ട്. പിന്നെ സിമ്മിൻ്റെ വരുന്നുണ്ട്. ഈ ഫോൺ പോക്കറ്റിൽ വെക്കാനും അത്യാവശ്യം ലൈറ്റൊക്കെയാണ്. എന്നാലും നമുക്ക് വലിയ ഫോൺ ഇരിക്കുന്ന പോലെ ഒന്നും തോന്നത്തില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 50 MB, 4 MB, 10 MB, 12 MB അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ക്യാമറാസ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് 10 MB ഈ 4 MB 10 MB സെൽഫി ക്യാമറകളാട്ടോ ഗൈസ്. നമുക്ക് പുറത്തുള്ള ക്യാമറ നല്ല അടിപൊളിയായിട്ടുണ്ട്. മടക്കി കഴിയുമ്പോൾ ഉള്ള ക്യാമറ നല്ല സൂപ്പറായിട്ടുള്ള ക്യാമറ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻ ഡിസ്പ്ലേയിലൊരു ക്യാമറ വന്നിട്ടുണ്ട്. അത് ഹൈഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്യാമറ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ആ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല. ലൈറ്റിംഗ് കണ്ടീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും അത്ര വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ക്യാമറയ്ക്ക് അത്ര ക്വാളിറ്റി ഉള്ള ക്യാമറയൊന്നും അല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും മാക്സിമം നിങ്ങൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിൻ്റെ ഫ്രണ്ടിലത്തെ ക്യാമറ യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതല്ലാണ്ട് ഇതിൻ്റെ ബാക്ക് ക്യാമറ ആണെങ്കിൽ നമുക്ക് 50 MB ക്യാമറ വരുന്നുണ്ട്. 10 MB 12 MB ക്യാമറ വരും. നമുക്ക് 8K at 30 frames per second റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8K at 30 വരെ. പക്ഷേ 8K എടുത്താലും അത്രയ്ക്ക് സ്റ്റേബിൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് 4K ഒരു 30-60 അത്രയ്ക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള കിട്ടത്തുള്ളൂ. ചെറിയ ഒരു എന്താ പറയുക, സ്മൂത്ത്നെസ് 8K കിട്ടത്തില്ല. നമുക്ക് 4K ഇതിൻ്റെ അകത്ത് സ്മൂത്ത്നെസ് കിട്ടത്തുള്ളൂ. പിന്നെ അതല്ലാണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ നമുക്ക് 4K 60 frames per second വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് 8K നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 8K ഉള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ, ചെറിയ എന്തെങ്കിലും വ്ളോഗോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 8K ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ എന്നാലും അത്രയ്ക്ക് സ്റ്റേബിളാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ് നമുക്ക് 8K വരുന്നത്. പിന്നെ ഈ ക്യാമറയുടെ സൂമിങ് ആണെങ്കിൽ നമുക്ക് 30x വരെ സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് 30x എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ
നമുക്ക് തന്നെ അറിയാം One UI ഫോട്ടോ പ്രോസസ്സിങ് എല്ലാം അടിപൊളിയായിട്ടാണ് വരുന്നത്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ പ്രോസസ്സായി നല്ല കളർ വൈബ്രൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഓൾറെഡി എഡിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാറേ ഉള്ളൂ. സാംസങ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ മറ്റൊരു AI ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നിറയെ AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളും അതും എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ ഫോട്ടോസ് നമ്മൾ പോർട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ട് നമുക്കത് ജനറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ 3D ഇമേജ് ആക്കാൻ പറ്റും, ആനിമേഷൻ ഇമേജസ് ആക്കാൻ പറ്റും, അല്ലാതെ വേറെ രീതിയിൽ എന്താ പറയുന്നത് സ്കെച്ച് ആക്കാൻ പറ്റും. പിന്നെ ഈ നമ്മളെന്താ പറയുന്നത് ഈ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യില്ലേ, അതേപോലത്തെ രീതിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ താക്കാനൊക്കെ പറ്റും. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം ഗൈസ്. നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ജനറേറ്റ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജനറേറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കണ്ടോ നമുക്ക് വന്നേക്കുന്നത് കണ്ടോ? അത്യാവശ്യം ഇതേപോലെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ അതല്ലാണ്ട് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ. നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന എന്താണോ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ല. കാർട്ടൂണിഷ് പടം വര അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഈ സാധാരണ പെൻസിൽ ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളെ പോലെ അതേപോലത്തെ പടങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നുമില്ല ഗൈസ്. ഇതിൻ്റെ AI ഫീച്ചർ കൊള്ളാം. AI ഫീച്ചർ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നത്. നമ്മൾ പ്രീമിയം ആയിട്ടുള്ള ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ അതല്ലാണ്ട് ഈ ഫോൺ നിലത്ത് വെക്കുമ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിലെ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ജിഗിൾ ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും ഇത് തറയിലിരിക്കാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഹിഞ്ച് കണ്ടോ, ഇതിൻ്റെ നടുക്കത്തെ ആ മടക്കിൻ്റെ പാട് നമുക്ക് ഇപ്രാവശ്യം റെഡ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് റിഫ്ലക്ഷനും ഏകദേശം ഒരു കുറവുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഡിസ്പ്ലേ 7.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോൾഡബിൾ ഡൈനാമിക് LTPO AMOLED 2x 120 ഹർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2600 നിറ്റ്സ് ബ്രൈറ്റ്നസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇതിൻ്റെ റെസൊല്യൂഷൻ പറയുകയാണെങ്കിൽ 1856x2160 പിക്സൽസാണ് നമുക്ക് വരുന്നത്. കണ്ടൻറ്റ് കാണാനാണെങ്കിലും വീഡിയോസ് കാണാനാണെങ്കിലും ഫോട്ടോസ് കാണാനാണെങ്കിലും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. നമുക്ക് ഈ സിനിമയൊക്കെ കാണാൻ നേരത്തൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് എന്നാ പറയുക ഈ സിനിമയൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺസെപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്കിത് അടിപൊളിയായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. നമുക്ക് ഒരു ടാബ്ലറ്റും ഒരു ഫോണും നമുക്ക് ഒന്നിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് LTPO AMOLED 2x 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ 1600 നിറ്റ്സേ ഉള്ളൂ ബ്രൈറ്റ്നസ്. പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്, കഴിഞ്ഞ വർഷത്തെ ആ സെയിം തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ വരുന്നത്. 968x2376 പിക്സൽസാണ് നമുക്ക് വരുന്നത്. കുറവുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണാനും ഗെയിമിംഗ് ഒക്കെ കാണാനൊക്കെ ആണെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് ഗെയിം കളിക്കാനും. പിന്നെ ഹിഞ്ച് നമുക്ക് വലിയ ഹിഞ്ച് എന്നല്ല പറയുന്നത്, അതിൻ്റെ നടുക്ക് നമുക്ക് ആ മടക്ക് പാടൊന്നും നമുക്ക് അത്രയ്ക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ചെരിച്ചാണ് പിടിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എങ്ങനെ വെച്ചു എന്ന് വെച്ചാൽ നമ്മൾ ശരിച്ച് പിടിച്ചാലും നമ്മൾ മടക്കാൻ നേരത്തെ ഒരു കൺഫ്യൂഷൻ വരും. ഇത് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. കാരണം രണ്ട് സൈഡും ഒരേ ഒരു വിഡ്ത്തിലാണ് വന്നത്. അതുകൊണ്ട് വലിയ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കാൻ നേരത്ത് ചെറിയ രീതിയിൽ കൺഫ്യൂഷനൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ബലം കൊടുത്തായിരുന്നെങ്കിൽ ഓഡിയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. എല്ലാവർക്കും ഫോൾഡ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു അബദ്ധം എല്ലാവർക്കും വരും. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് നമുക്ക് വരുന്നത്. പിന്നെ അതല്ലാണ്ട് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് Android 14 വരുന്നത്. One UI 6.1.1 ആണ് നമുക്ക് വരുന്നത്. One UI അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. എക്സിനോസ് ഒന്നുമല്ല, സ്നാപ്ഡ്രാഗൺ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. പിന്നെ അഡ്രെനോ 750 നമുക്ക് 1 GHz GPU ആണ് വരുന്നത്. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളും ഗ്രാഫിക്സ് എല്ലാം നല്ല ബെറ്റർ ആയിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് 256 GB ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. പിന്നെ അതല്ലാണ്ട് നമുക്ക് 1 TB വരെ വരുന്നുണ്ട്. നമുക്ക് 12 GB റാമേ നമുക്ക് ഉള്ളൂ. നമുക്ക് അല്ലാണ്ട് അതിന് മേളിലായിട്ടുള്ള വേരിയൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് പറയുകയാണെങ്കിൽ UFS 4.0 ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 256 GB നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ
ഫോട്ടോസ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. ഗെയിമിങ്ങിൽ നമുക്ക് ആസ്ഫൾട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ആസ്ഫൾട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ലോഡിങ് ടൈമൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് അത്യാവശ്യം ഗെയിമിങ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു ഹീറ്റിങ് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ രീതിക്കുള്ള ഹീറ്റിംഗ് അല്ല, ചെറിയൊരു ഹീറ്റിംഗ് ആണ് വരുന്നത്. എന്നാലും അത് വലിയ ഇഷ്യൂസ് കാര്യങ്ങളെന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഗ്രാഫിക്സ് ആണെങ്കിലും ഗെയിമിൻ്റെ കാര്യത്തിൽ ഒരു ശകലം പോലും ഒരു ലാഗ് വരുന്നില്ല. പബ്ജി അങ്ങനെയുള്ള ഗെയിമെല്ലാം കളിച്ച് നോക്കി, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പബ്ജിയും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ലോഡാവുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷേ കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഒരു സ്പീക്കർ ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പീക്കർ ക്വാളിറ്റി തന്നെയാണ്. അത്യാവശ്യം ലൗഡും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ഫോൺ. പിന്നെ ഇതിന് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം അറിയാം നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ചില എല്ലാ ഫോണുകളിലും ഇപ്പോൾ തന്നെ ഒഴിവാക്കി. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യമാണെങ്കിൽ 4400 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ചാർജിങ്ങേ ഉള്ളൂ, വയേർഡ് ചാർജിങ്. പിന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ഉണ്ട്, 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. പക്ഷേ എന്നാലും 25 വാട്ട്സ് കുറച്ച് കുറവാണ് ഗൈസ്. ഇതാണ് ഫോൾഡിൻ്റെ റേറ്റ് വരുന്നത്.